രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധയുടെ പ്രണയവുമായി ഞാൻ വന്നേ. രാധയുടെ പ്രണയം 128ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രാധയുടെ പ്രണയം സബ്സ്ക്രൈബേഴ്സ്, പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇതുകൊണ്ട് കണ്ടു തുടങ്ങുക. ബാക്കിയുള്ളത് പ്ലേലിസ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് ഒന്നേന്ന് കിട്ടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് രാധയുടെ പ്രണയം, വ്യാഴാഴ്ച 12 മണിക്ക് അഷ്ടപദിയുടെ ക്ലാസ്സാണ്. ആ ക്ലാസ് നിങ്ങൾ കേൾക്കുകയും ഒരു ദിവസം ഒരു ശ്ലോകമെങ്കിലും അഷ്ടപതി വീട്ടിലിരുന്ന് വായിക്കുകയും ചെയ്യുക. ബുക്കില്ലെങ്കിൽ ഞാൻ അതിനകത്ത് ശ്ലോകം എഴുതിയിട്ടുണ്ട്. സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും. എല്ലാ വെള്ളിയാഴ്ചയും 12 മണിക്ക് മോക്ഷം കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ശ്രീബുദ്ധൻ്റെ ധർമ്മപദമാണുള്ളത്. അതേ കണക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ കൊല്ലത്താണ്. നിങ്ങൾക്ക് കൊല്ലത്ത് വന്നാൽ മതി. ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. കണ്ണൂർ, കാസർഗോഡ് നിന്നൊക്കെ സ്ത്രീകൾ ഉൾപ്പെടെ വന്ന് പഠിച്ചിട്ട് പോയിട്ടുണ്ട്. ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഞാൻ പ്രത്യേകം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കുക. ജ്യോതിഷപരമായി നിങ്ങളുടെ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി. നിശ്ചയമായും അത് പറഞ്ഞു തരും. തികച്ചും സൗജന്യമായിരിക്കും. അതുപോലെ സോൾമേറ്റിനെ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം എന്നൊരു വീഡിയോ ഇട്ടതിൽ പിന്നെ നിരവധി പേരാണ് സോൾമേറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും ഒക്കെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഒരുപാട് പേരുണ്ട്. അത് ഞാൻ പരമാവധി നോക്കിയിട്ട് നിങ്ങൾക്ക് വളരെ വേഗം തന്നെ അത് പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അഷ്ടാവക്ര ഗീതയുണ്ട്, നിശ്ചയമായും കാണണേ. പിന്നെ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ്ങിൽ ഹിന്ദുക്കൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ക്ഷേത്രങ്ങൾ, ഹിന്ദുക്കൾ ഏതൊക്കെ ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കണം, അവിടുത്തെ വഴിപാടുകൾ എന്തൊക്കെയാണ്, അതെല്ലാം ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭക്ത മീരയെക്കുറിച്ച്, മീരാദേവിയുടെ കഥ ഞാനിങ്ങനെ സീരിയൽ പോലെ അടുക്കിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുക. അപ്പം അതേപോലെ തന്നെ രാധികാ കവചം,
രാധികാ കവചം 2 ഉണ്ട്. അത് 2 എണ്ണവും നിങ്ങൾ കേൾക്കണം. അത് നിങ്ങൾ വീട്ടിൽ നിത്യവും ചൊല്ലണം. ഈ രാധികാ കവചം 2 ചൊല്ലിയിട്ട് വേണം രാധാ സഹസ്രനാമം ചൊല്ലാൻ. രാധാറാണിയുടെ മന്ത്രങ്ങൾ ഈ സാധാരണ കച്ചവടക്കാർ പറയുന്നത് പോലെ വെറുതെ ഓരോന്നെടുത്ത് ചൊല്ലി അങ്ങനല്ല. രാധാറാണിയുടെ മന്ത്രങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. 2 രാധാ കവചമുണ്ട്, അത് 2ഉം ചൊല്ലി പിന്നെ രാധാ സഹസ്രനാമവും എന്ത് ചെയ്യണം, നിങ്ങൾ ചൊല്ലണം. രാധാ കവചം നിങ്ങളുടെ പ്രിയങ്കരിയായ കൃഷ്ണപ്രിയ പാടി ഇട്ടിട്ടുണ്ട്. ഞാനത് പഠിപ്പിച്ചിട്ടുമുണ്ട്, നിങ്ങളത് കേൾക്കുക. അപ്പം നമുക്ക് തുടങ്ങാം. ഓം മഹാഗണപതേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരിത്തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാ റാണി അമ്മ കി ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാ റാണി അമ്മ കി ജയ്. അപ്പോൾ രാധയുടെ പ്രണയം 128ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇത്രയും അവതരിപ്പിക്കാൻ എനിക്ക് എന്നാ പറയേണ്ടത്, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ എല്ലാം തന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മയ്ക്ക് കോടി നമസ്കാരം. അതേ കണക്ക് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പിന്നെ എന്താണ് രാധാറാണിയെക്കുറിച്ച് കവിതകൾ എഴുതാം. ഓർമ്മിക്കുക, രാധാറാണി ഉണ്ടായിരിക്കണം. രാധാറാണിയെക്കുറിച്ച് കവിതകൾ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് രാധാറാണിയെക്കുറിച്ചുള്ള കവിതകൾ പാടി അയക്കുക. നിങ്ങൾക്കത് പാടാൻ എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ എനിക്കല്ലാതെ നിങ്ങൾ ചൊല്ലി അയച്ചു എന്നാൽ ഞാനത് നിശ്ചയമായിട്ടും ഇടുന്നതായിരിക്കും. അപ്പോൾ അതേ കണക്ക് തന്നെ എനിക്കൊരു അവരുടെ പേര് ഞാനങ്ങ് മറന്നുപോയി. എനിക്കൊരെണ്ണം പാടി അയച്ചു വന്നു. അപ്പോൾ ഇല്ല, പാസ്പോർട്ട് സൈസുള്ള ഒരു കുഞ്ഞ ഫോട്ടോയാണ്. അതൊരല്പം വലിയ ഫോട്ടോയാക്കി അയച്ചു തരാൻ ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് അവരുടെ പേരറിയാൻ വയ്യാത്തതുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാൻ വയ്യ. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾ ആ ഫോട്ടോ ഒന്നും കൂടെ അയച്ചു തന്നാൽ നിശ്ചയമായിട്ടും ഇടുന്നതാണ്. അപ്പോൾ രാധേ രാധേ പ്രേക്ഷകരെ, നിങ്ങൾക്ക് രാധാറാണിയെക്കുറിച്ച് കുത്തിക്കുറിക്കുന്നത് എന്തോ ആയിക്കൊള്ളട്ടെ, അതെന്താണെങ്കിലും ഏറിയാൽ ഒരു 2 മിനിറ്റ്, ആ 2 മിനിറ്റിനുള്ളിൽ നിൽക്കത്തക്കവണ്ണം പാടി അയച്ചു തരിക. ഇന്ന് നമുക്കങ്ങനെ രാധാറാണിയെക്കുറിച്ച് പാടി അയച്ചു തന്നിരിക്കുന്നത് പ്രസന്നയാണ്. പ്രസന്ന കായംകുളത്തുകാരിയാണ്. ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. കായംകുളത്തുകാരിയാണ്. മുംബൈയിലാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, താമസിക്കുന്നത്. അപ്പോൾ പ്രസന്നയാണ് ഇതിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്. അത് പാടിയിരിക്കുന്നത് പ്രസന്നയുടെ മകള് പ്രിയങ്കയാണ്. അപ്പോൾ പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്ക ഒരു എഴുത്തുകാരിയാണ്. പ്രിയങ്കയുടെ ഒരു പുസ്തകമുണ്ട്, 1 വിന്റർ വാക്ക് എന്നാണ് അതിൻ്റെ പേര്. അപ്പം പ്രിയങ്ക ഇനിയും എന്താണ് നല്ല നല്ല പുസ്തകങ്ങളൊക്കെ എഴുതി വലിയ എഴുത്തുകാരിയാകട്ടെ. അങ്ങനെ അമ്മ പാടുന്നു, മകൾ ഈണം നൽകി മകൾ പാടുന്നു. അതാണ് നമ്മൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇപ്പം അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പൊ അമ്മ വരികൾ എഴുതി, മകള് പാടുന്നു. ഇതുപോലെ നിങ്ങളും വരികൾ എഴുതുക. വരികൾ എഴുതി എനിക്ക് അയച്ചു തരിക. പാടാൻ അറിയാവുന്നവര് പാടി അയച്ചു തരിക. അപ്പോൾ നിങ്ങൾ കേട്ടുകൊള്ളൂ. ആത്മപ്രകാശിനി അഖിലാണ്ടേശ്വരി ആദിപരാശക്തിരാധമ്മ സ്നേഹസ്വരൂപിണി മദനമോഹിനി രാസീശ്വരി റാണി രാധമ്മ. വൃന്ദാവനവും യമുനാ തീരവും സ്വർഗമാക്കിയ രാധമ്മ. കണ്ണന്റെ പ്രിയ സഖി അഖിലാണ്ടേശ്വരി രാസീശ്വരി റാണി രാധമ്മ. ഈരേഴുലകിലും കാരണഭൂതയ ത്രൈലോക്യ സുന്ദരി രാധമ്മ.
ബ്രഹ്മാവ് പോലും വന്ദിക്കും നിന്നെ ബർസനിവാലി രാധമ്മ. ജന്മജന്മാന്തര പാപങ്ങളകറ്റി മുക്തി നൽകിയിടും രാധമ്മ. സ്നേഹസ്വരൂപിണി അഖിലാണ്ടേശ്വരി കണ്ണന്റെ പ്രിയ സഖി രാധമ്മ. അപ്പോൾ രാധാറാണിയെ കുറിച്ചുള്ള ആ കവിത നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്കും ഇതുപോലെ അയച്ചു തരാം. അതേ കണക്ക് തന്നെ എന്താ പറയേണ്ടത്, കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്. നിശ്ചയമായിട്ട് നിങ്ങളത് കാണാൻ മറക്കരുതേ. പിന്നെ നമ്മുടെ കൃഷ്ണപ്രിയയുടെ രാധാ കവചം, ആ രാധാ കവചവും നിങ്ങൾ കേൾക്കണം. പിന്നെ ഉടൻ തന്നെ നമ്മുടെ രാധേ രാധേ ചാനലിൽ ഉപനിഷത്തിൻ്റെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഉപനിഷത്ത് നമ്മുടെ നിധിയാണ്. ആദ്യത്തെ ഉപനിഷത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? മരണത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടുവന്ന കഠോപനിഷത്താണ് നമ്മൾ ആദ്യമായിട്ട് പഠിപ്പിക്കാൻ പോകുന്നത്. കടകളിൽ പുസ്തകങ്ങൾ വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിലും വിഷമിക്കണ്ട, ഞാൻ അതിൻ്റെ ശ്ലോകങ്ങൾ ഇതിനകത്തിട്ട് തരും. നിങ്ങളത് എഴുതിയെടുത്താൽ മതി. അതേ കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നിങ്ങൾ സോൾമേറ്റിനെ നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ കണ്ടെത്താം എന്നൊരു വീഡിയോ ഞാൻ തന്നു. അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ് ആരെങ്കിലും ആണെന്ന് സംശയം തോന്നിയാൽ എനിക്ക് അയച്ചാൽ ഞാൻ കണ്ടുപിടിക്കാമെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇത് ഏതാണ്ട് ഒരു 10-25 പേരുണ്ട്. അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും എനിക്ക് അയച്ചു തന്നിട്ട് ഞാനും അവരുമായി സോൾമേറ്റ് ആണോ എന്ന് ചോദിക്കാനാണ് പറഞ്ഞത്. ശരി, ഇതെന്തൊരു കഷ്ടമാണെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാനുമായിട്ട് നോക്കാനല്ല, നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഇഷ്ടമുണ്ടോ, നിങ്ങൾക്ക് ആരെയെങ്കിലും സംശയമുണ്ടോ സോൾമേറ്റ് ആണെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തന്നാൽ ഞാനത് നോക്കിയിട്ട് പറഞ്ഞു തരാമെന്നാണ് പറഞ്ഞത്. ദയവ് ചെയ്ത് നിങ്ങൾ തിരിച്ച് അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ. അതൊരു റിക്വസ്റ്റ് ആണ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് അയച്ചു തന്നിട്ട് എൻ്റെതുമായിട്ടാണോ, അങ്ങനെ നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് രാധയുടെ പ്രണയം ആരംഭിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് രാധാകൃഷ്ണന്മാരെ കുറിച്ച് ഒരു കൊച്ചു കഥ പറഞ്ഞോട്ടെ. കഴിഞ്ഞ വട്ടത്തെ കണക്ക് നീട്ടി നമ്മളത് മാറ്റത്തില്ല. ഒരു കുഞ്ഞു കഥ. ഒരു ദിവസം രാധാറാണി കൃഷ്ണന്റെ അടുക്കൽ വന്ന് ചോദിച്ചു, കണ്ണാ. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, കണ്ണാ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. കൃഷ്ണൻ പറഞ്ഞു, പറഞ്ഞോളൂ രാധേ, നിനക്ക് എന്തിനാണൊരു മുഖവുര? അപ്പോൾ പറഞ്ഞു, ഇതെപ്പോഴാണ് നടക്കുന്നതെന്നും കൂടെ നിങ്ങൾക്ക് ഓർമ്മ വേണം. നമ്മൾ കഴിഞ്ഞതിനകത്ത് പറഞ്ഞു ഇല്ലേ, കണ്ണൻ വൃന്ദാവനത്തിലേക്ക് വന്നു. അന്നത്തെ ദിവസം കൃഷ്ണന്റെ കൂടെ പിന്നെ വൃന്ദാവനത്തിൽ വൃഷഭാനുവിന്റെ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. അന്ന് പാമ്പിനെ കണ്ട കാര്യങ്ങൾ വരെ പറഞ്ഞു. അതിനുശേഷമുള്ള സംഭവമാണ്. അപ്പോൾ രാധാറാണി പറഞ്ഞു, കണ്ണാ, എനിക്കൊരാഗ്രഹം. അപ്പോൾ പറഞ്ഞു, പറഞ്ഞോളൂ രാധേ. അപ്പോൾ പറഞ്ഞു, നീ എൻ്റെ കൂടെ വരുന്നോ? അപ്പോൾ ചോദിച്ചു, എവിടേക്ക്? അപ്പോൾ രാധാറാണി പറഞ്ഞു, ഒരു സ്ഥലത്തേക്ക്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഏത് സ്ഥലത്തേക്ക്? അപ്പോൾ രാധാറാണി ചോദിച്ചു, സ്ഥലം ഏതെന്ന് പറഞ്ഞാലേ നീ വരുത്തുള്ളൂ, അല്ലാതെ നീ വരില്ലേ എൻ്റെ കൂടെ? അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, രാധേ, നീ എന്നെ എവിടേക്ക് വിളിച്ചാലും, ഏത് നരകത്തിലേക്ക് വിളിച്ചാലും, ഏത് അഗ്നിയിലേക്ക് നടക്കാൻ വിളിച്ചാലും, ഏത് സമുദ്രത്തിൻ്റെ അഗാധ ഗർത്തങ്ങളിലേക്ക് പോകാൻ പറഞ്ഞാലും ഞാൻ നിന്നോടൊപ്പം വരില്ലേ രാധേ? കാരണം നിന്നെ എനിക്ക് അത്രയ്ക്കിഷ്ടമല്ലേ. രാധാറാണി അമ്പരക്കുകയാണ്. ഈ ചെറുപ്രായത്തിൽ എങ്ങനെയാണ് ഇവന് ഇത്ര മധുരമായി സംസാരിക്കാൻ പറ്റുന്നത്? അപ്പൊ രാധാറാണി പറഞ്ഞു, നോക്കൂ കൃഷ്ണ, നമ്മൾ പോകുന്നത് മറ്റെവിടേക്കുമല്ല, പുഴയിലേക്കാണ്. കൃഷ്ണൻ പറഞ്ഞു, പുഴയിലേക്കോ? വളരെ സന്തോഷമാണ് എനിക്ക് രാധയോടൊത്ത് വരാൻ. കൃഷ്ണൻ തൻ്റെ പുല്ലാങ്കുഴലെടുത്തു. പുല്ലാങ്കുഴലും എടുത്ത് രാധാറാണിയോടൊപ്പം അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ രാധാറാണി കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ, നിനക്ക് എൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടന്നൂടെ? കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് രാധാറാണിയുടെ കൈ പിടിച്ചു. രാധാറാണിയുടെ കൈ പിടിക്കുക മാത്രമല്ല, ഒരു കൈ കൊണ്ട് തന്നോട് ചേർത്ത് വയ്ക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ രാധാറാണി പറഞ്ഞു, കൃഷ്ണ, ഇങ്ങനെ പോകുമ്പോൾ ഈ ലോകത്ത് ഞാനും നീയും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഉള്ളതായി തോന്നുന്നില്ല കണ്ണാ.
അപ്പൊ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, രാധേ ഇപ്പൊ ഈ ലോകത്ത് ആരുമില്ല, അതേ നീ ചുറ്റും നോക്കേ, ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കേ, ഞാനും നീയും മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ രാധാറാണി കൃഷ്ണന്റെ വയറ്റത്ത് ഒരു കുത്തു കൊടുത്തു, ഒന്ന് ചിണുങ്ങിയിട്ട് പറഞ്ഞു, നിനക്ക് എപ്പോഴും തമാശയാണ്. എങ്ങനെ കൃഷ്ണ നിനക്കിങ്ങനെ എപ്പോഴും തമാശ പറയാനും എപ്പോഴും ചിരിക്കാനും പറ്റുന്നത്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ അതൊക്കെ നിന്നെ കണ്ടതിന് ശേഷമാണ്, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷമാണ്. അങ്ങനെ പറഞ്ഞ് 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 അവർ പുഴയുടെ തീരത്തെത്തി. അപ്പൊ കൃഷ്ണനോട് പറഞ്ഞു, നമുക്ക് കുളിക്കണ്ടേ കൃഷ്ണ? അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, നമുക്ക് കുളിക്കാമല്ലോ. അങ്ങനെ കൃഷ്ണനും രാധാറാണിയും കൂടെ പുഴയിലേക്ക് ഇറങ്ങി കുറേ നേരം നീന്തി തുടിച്ചു കുളിച്ചു. എന്നിട്ട് കരയിലേക്ക് കയറി വന്നു. അപ്പൊ രാധാറാണി പറഞ്ഞു, കൃഷ്ണ നിക്ക്, നിനക്ക് ഞാൻ തല തുവർത്തി തരാം. രാധാറാണി തൻ്റെ കയ്യിലിരുന്ന തുണി തോർത്തുകൊണ്ട് കൃഷ്ണൻ്റെ തല നല്ലവണ്ണം അങ്ങോട്ട് തുവർത്താൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടിക്ക് തൻ്റെ അമ്മ തല നിവർത്തി കൊടുക്കുന്നത് പോലെ. അപ്പൊ കൃഷ്ണൻ ഓടക്കുഴൽ വെച്ച് രാധയുടെ കവിളിൽ കുത്തി. അപ്പൊ രാധാറാണി ആ ചുണ്ടുകളൊക്കെ കൂർപ്പിച്ചു, കണ്ണുകളൊക്കെ ഉരുട്ടിയിട്ട് പറഞ്ഞു, കൃഷ്ണ അടങ്ങി നിൽക്ക്, അടങ്ങി നിൽക്ക്, ഞാൻ ഈ തലയൊന്ന് തുവർത്തട്ടെ. ഒരു കൈ കൊണ്ട് കൃഷ്ണന്റെ താടിക്ക് പിടിച്ചിട്ട് മറു കൈ കൊണ്ട് ആ തോർത്ത് വെച്ചിട്ട് രാധാറാണി കൃഷ്ണന്റെ തല തുവർത്തി കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണൻ ആ സമയം താൻ യശോദാമ്മയുടെ അടുക്കൽ ചേർന്ന് നിൽക്കുന്നത് പോലെയാണ് തോന്നിയത്. ഒരു പ്രണയിനിയുടെ അടുക്കൽ നിൽക്കുന്നത് പോലെ അല്ല തോന്നിയത്. രാധാറാണി തലയൊക്കെ തുവർത്തി കൊടുത്തു. തുവർത്തി തീർന്നു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ നീയും വല്ലാണ്ട് നനഞ്ഞിരിക്കണു, നിന്റെ തല ഞാൻ തുവർത്തി തരാം രാധേ. കൃഷ്ണൻ എന്ത് ചെയ്തു? ആ രാധാറാണിയെ ചേർത്ത് വെച്ചു. ചേർത്ത് വെച്ചിട്ട് ആ തുണിയെടുത്ത് രാധാറാണിയുടെ ശിരസ് നന്നായി തുവർത്തി കൊടുത്തു. തുവർത്തി തീർന്നിട്ടും രാധാറാണി അങ്ങനെ തന്നെ കൃഷ്ണനോട് ചേർന്നു നിന്നു. എന്നിട്ട് രാധാറാണി പറഞ്ഞു, വസ്ത്രം മാറണ്ടേ? ദേ നീ ആ നികുഞ്ചത്തിൽ പോയി വസ്ത്രം മാറ്, ഞാൻ ദാണ്ട ഈ നികുഞ്ചത്തിൽ പോയി വസ്ത്രം മാറാം. അങ്ങനെ കൃഷ്ണനെ ഉന്തിത്തള്ളി ഒരു നികുഞ്ചത്തിലേക്ക് വിട്ടു. എന്നിട്ട് അവർ വസ്ത്രം മാറി അവർ തിരിച്ചു വന്നു. അപ്പോൾ രാധാറാണി പറഞ്ഞു, കണ്ണാ എനിക്കൊരാഗ്രഹവും കൂടി. രാധേ നിന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും തീരല്ലേ എന്നാണ് കണ്ണന്റെ ആഗ്രഹം. ആട്ടെ ഇപ്രാവശ്യം രാധേ നിനക്ക് എന്താണ് ആഗ്രഹം? അപ്പോൾ പറഞ്ഞു, നമുക്ക് ഈ ഊഞ്ഞാലിലാടാം. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ആടാമല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ നീ ഊഞ്ഞാലിൽ കയറിയിരിക്കും, ഞാൻ ആട്ടാം. അപ്പോൾ കൃഷ്ണൻ ഊഞ്ഞാലിൽ കയറിയിരുന്നു. രാധാറാണി കൃഷ്ണനെ ഊഞ്ഞാലിൽ ആട്ടാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ നീ ഈ ഊഞ്ഞാലിലേക്ക് കയറിയിരിക്കൂ, നിന്നെ ഞാൻ ആട്ടിത്തരാം രാധേ. രാധാറാണി ഊഞ്ഞാലിലേക്ക് കയറി. കൃഷ്ണനാകട്ടെ വേഗത്തിലാട്ടാൻ തുടങ്ങി, വലിയ ആയത്തിലാട്ടാൻ തുടങ്ങി. ആ ഊഞ്ഞാലിൽ രാധയുടെ കാലുകൾ വൃക്ഷത്തലപ്പ് വരെ എത്തുന്ന തരത്തിൽ പൊങ്ങി. മറ്റാരാണെങ്കിലും ഭയന്ന് നിലവിളിക്കുമായിരുന്നു. കൃഷ്ണൻ രാധാജിയെ ശ്രദ്ധിക്കുകയാണ്. അല്പം പോലും ഭയമില്ല, അല്പം പോലും ഭയമില്ല എന്ന് മാത്രമല്ല, നല്ല ഉല്ലാസത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. കൃഷ്ണൻ വീണ്ടും വീണ്ടും ഊഞ്ഞാലിൽ വേഗത്തിൽ ഉയർത്തിയാട്ടി. അതേ രാധാറാണിയുടെ കാലുകൾ അവിടെ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഏറ്റവും മുകളറ്റം വരെ എത്തുന്ന തരത്തിൽ പോയി. കൃഷ്ണൻ പതുക്കെ വേഗത കുറച്ചു. വേഗത കുറച്ചു 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 കൊണ്ടുവന്നു. എന്നിട്ട് രാധാറാണിയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, രാധേ നിനക്ക് പേടിയായില്ലേ? അപ്പൊ രാധാറാണി വളരെ നിഷ്കളങ്കമായി ചോദിച്ചു, പേടിയോ? എന്തിനാണ്? ഇത്രയും ഉയരത്തിൽ ഞാൻ ആട്ടിയപ്പോൾ നിനക്ക് അല്പം പോലും ഭയം വന്നില്ലേ? കൃഷ്ണ നീ അടുത്തുള്ളപ്പോൾ ഞാൻ ആരെയാണ് പേടിക്കേണ്ടത്? കൃഷ്ണൻ എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്കൊരിക്കലും ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല കൃഷ്ണ. അതല്ല, ആ ഊഞ്ഞാലിൽ നിന്ന് ഞാൻ വീഴുന്നെങ്കിൽ നീ എന്നെ താങ്ങുമെന്ന് എനിക്ക് അറിയാം കൃഷ്ണ. ഇനി അല്ലെങ്കിൽ പോലും നിന്റെ സാമീപ്യത്തിൽ ജീവൻ പോകുന്നതാണ് ഈ രാധയ്ക്ക് ഏറ്റവും ഇഷ്ടം.
കൃഷ്ണൻ രാധയോടൊപ്പം ഊഞ്ഞാലിൽ ചേർന്നിരുന്നു. രാധാറാണിയെ തന്നോട് ചേർത്ത് വെച്ചു. കൃഷ്ണന് വല്ലാത്ത സ്നേഹം തോന്നി. കൃഷ്ണൻ പറഞ്ഞു, രാധേ, നിനക്കത്രയ്ക്ക് ഇഷ്ടമാണോ എന്നെ? രാധാറാണി പറഞ്ഞു, അതേ കണ്ണ, അതെ, എത്രത്തോളമെന്ന് എനിക്ക് പോലും അറിയില്ല, അത്രമേലിഷ്ടം. അതെങ്ങനെ വാക്കുകൾ കൊണ്ട് പറയും കൃഷ്ണ? നീ എപ്പോഴും എന്നോടൊപ്പം വേണം കൃഷ്ണ, എപ്പോഴും വേണം. നീ എന്നെ വിട്ടിട്ട് എങ്ങും പോകരുത്, സത്യം ചെയ്യൂ കൃഷ്ണ. കൃഷ്ണൻ പറഞ്ഞു, ഈ പുല്ലാങ്കുഴൽ സത്യം, നിന്നെ വിട്ടിട്ട് ഞാൻ എങ്ങും പോകില്ല രാധേ, എങ്ങും പോകില്ല. നിന്നെ വിട്ടിട്ട് എനിക്ക് എപ്പോഴെങ്കിലും പോകേണ്ടി വന്നാൽ അന്ന് കൃഷ്ണൻ ഈ പുല്ലാങ്കുഴൽ ഉപേക്ഷിച്ചിരിക്കും, അത് സത്യം. അപ്പൊ രാധാറാണി പറഞ്ഞു, എന്ത്, നീ എന്നെ വിട്ടിട്ട് പോകുമെന്നാണോ പറയുന്നത്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇല്ല രാധേ, കാരണം കൃഷ്ണനെ പോലെ തന്നെയാണ്, കൃഷ്ണന്റെ പ്രാണൻ തന്നെയാണ് ഈ പുല്ലാങ്കുഴല്. ഈ പുല്ലാങ്കുഴലിനെ കൃഷ്ണൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. ഈ പുല്ലാങ്കുഴലിനെ ഉപേക്ഷിക്കുന്നത് പോലെയാണ് രാധേ ഞാൻ നിന്നെ ഉപേക്ഷിക്കുമെന്ന് പറയുന്നത്. കൃഷ്ണന്റെ ഒരു ഭാഗമാണ് പുല്ലാങ്കുഴല്. അപ്പോൾ അങ്ങനെ എനിക്ക് ചെയ്യേണ്ടി വന്നാൽ ആ പുല്ലാങ്കുഴൽ ഞാൻ ഉപേക്ഷിക്കുമെന്ന് പറഞ്ഞാൽ നിന്നെ ഒരിക്കലും വിട്ടിട്ട് പോകില്ല. രാധ പറഞ്ഞു, പോകല്ലേ കൃഷ്ണ. കൃഷ്ണൻ പറഞ്ഞു, പോകില്ല രാധേ. രാധാറാണി കൃഷ്ണന്റെ തോളിലേക്ക് ശിരസ് ചായ്ച്ചു. കൃഷ്ണനാകട്ടെ തന്നോട് ചേർത്ത് വച്ചു. എന്നിട്ട് കൃഷ്ണൻ തൻ്റെ മുരളികയെടുത്തു, തൻ്റെ ഓടക്കുഴലെടുത്ത് കൃഷ്ണൻ അതിമനോഹരമായി വായിക്കാൻ തുടങ്ങി. അതിമനോഹരമായ നാദം. രാധാറാണി അതിലെങ്ങനെ ലയിച്ചിരുന്നു. ആ ഓടക്കുഴൽ നാദം രാധാറാണിയുടെ സിരകളിലൂടെ അരിച്ചിറങ്ങി. രാധാറാണിക്ക് ഈ പ്രപഞ്ചം തന്നെ ഇല്ലാതാകുന്നത് പോലെ തോന്നി. ആകെ രണ്ട് പേര് മാത്രം, താനും കൃഷ്ണനും മാത്രം. പെട്ടെന്ന് രാധാറാണി ആ ഊഞ്ഞാലിൽ നിന്ന് താഴെ ഇറങ്ങി നൃത്തം ചവിട്ടാൻ തുടങ്ങി. ആനന്ദ നൃത്തം. ആ നൃത്തം കണ്ട് ഗോവിന്ദൻ പുഞ്ചിരി തൂകി. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, നൃത്തം അസാമാന്യ നൃത്തം രാധേ, നൃത്തത്തിൽ നിന്നെ ജയിക്കാൻ എനിക്ക് പോലും സാധ്യമല്ല. രാധാറാണി അതിമനോഹരമായി നൃത്തം ചെയ്തു. കൃഷ്ണനാകട്ടെ ഊഞ്ഞാലിൽ നിന്ന് നിലത്തിറങ്ങി. രാധയുടെ നൃത്തത്തിനനുസരിച്ച് പുല്ലാങ്കുഴൽ ഇങ്ങനെ വായിച്ചു കൊടുത്തു. ഒന്ന് സങ്കല്പിച്ചു നോക്കൂ, കണ്ണൻ ഇങ്ങനെ പുല്ലാങ്കുഴൽ വായിക്കുന്നു. രാധാറാണി ആകട്ടെ ആ പുല്ലാങ്കുഴലിനൊപ്പിച്ച് ആടുകയാണ്, നൃത്തമാടുകയാണ്. ആ നൃത്തമാടി ആടി 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 രാധാറാണി തളരുകയാണ്. നൃത്തമാടി തളർന്ന രാധാറാണി കൃഷ്ണന്റെ നെഞ്ചിലേക്ക് വീഴുകയാണ്. കൃഷ്ണൻ രാധാറാണിയെ ചേർത്ത് വച്ചു. ഈ സമയത്ത് കൃഷ്ണന്റെ ഓടക്കുഴലിന്റെ ശബ്ദം കേട്ടിട്ട് എന്തു ചെയ്തു? ഗോപന്മാരും ഗോപികമാരും വൃഷഭാനുവും നന്ദനും യശോദാമ്മയും എല്ലാവരും അവിടെ കോടിയെത്തി. അവർ നോക്കിയപ്പോൾ കാണാം രാധാകൃഷ്ണന്മാർ പരസ്പരം ചേർന്ന് നിൽക്കുന്നു. അപ്പം മുതിർന്നവർ പൊട്ടിച്ചിരിച്ചു. ആ ചിരി കേട്ട് രാധാറാണിയും കൃഷ്ണനും ഞെട്ടിമാറി. അപ്പോൾ അവർ പറഞ്ഞു, കൊള്ളാം കൃഷ്ണ, നീ വളരെ ഭംഗിയായിട്ട് ഓടക്കുഴൽ വായിക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. അപ്പോൾ രാധാറാണി ലജ്ജിച്ചുകൊണ്ട് തിരികെ ഓടിപ്പോയി. ആ സമയത്ത് വൃഷഭാനു മനസ്സിൽ പറഞ്ഞു, ഗർഗൻ പറഞ്ഞത് സത്യമാകും തീരുന്നു, ഗർഗമുനി പറഞ്ഞത് സത്യമായി തീരുന്നു. ഇതാ കൃഷ്ണൻ രാധയുടേതാകുന്നു. രാധാ മാധവ സംഗമം നടക്കുകയാണ്. അതേ, വൃഷഭാനു പറഞ്ഞതുപോലെ രാധാ മാധവന്മാർ ഒത്തുചേരുകയാണ്. ഇനി നമുക്ക് 2 എപ്പിസോഡിന് മുമ്പ് നമ്മൾ നിർത്തിയെടുത്തൊന്ന് തുടങ്ങാം. കൃഷ്ണൻ ജരാസന്ധന്റെ മുറിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ജരാസന്ധൻ അമ്പരന്ന് നിൽക്കുകയാണ്. അർദ്ധരാത്രി സമയത്ത് തൻ്റെ മുന്നിലേക്ക്
തനിച്ചു വരാൻ ധൈര്യം കാട്ടിയ ഇവൻ അസാധാരണൻ തന്നെ എന്ന് മനസ്സിൽ പറഞ്ഞു. കംസനല്ല, ജരാസന്ധൻ ചോദിച്ചു, എന്തിനാണ് കൃഷ്ണ നീ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പോൾ കൃഷ്ണൻ ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അങ്ങ് എന്നെ വധിക്കാൻ നടക്കുകയല്ലേ? ദേ കൃഷ്ണൻ ജരാസന്ധന്റെ മുന്നിൽ നിൽക്കുന്നു, നിരായുധനായി നിൽക്കുന്നു. ഇപ്പൊ അങ്ങേക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ജരാസന്ധൻ വീണ്ടും അസ്വസ്ഥനായി. ജരാസന്ധൻ പറഞ്ഞു, നിനക്കെന്താണ് വേണ്ടത്? അപ്പോൾ പറഞ്ഞു, ചക്രവർത്തി തിരുമനസ്സേ, ഈ നിൽക്കുന്ന അങ്ങയുടെ മന്ത്രിയും മകനും ഇത് കേൾക്കണമെന്നുണ്ടോ? അപ്പോൾ ജരാസന്ധൻ കൈകൊണ്ട് അവരുടെ അടുത്തേക്ക് പുറത്തേക്ക് പോകാൻ ആംഗ്യം കാണിച്ചു. എങ്കിലും അവര് പുറത്ത് ജാഗരൂകരായി നിന്നു. ഒരു ചെറിയ സംഭവം ഉണ്ടെങ്കിൽ അപ്പടി തന്നെ മുറിയിലേക്ക് കയറണം. ഊരിപ്പിടിച്ച വാളുമായിട്ട് അവർ നിന്നു. ഊരിപ്പിടിച്ച വാളുമായി മഗധ സൈന്യവും അവിടെ നിൽപ്പുണ്ട്. വീണ്ടും ജരാസന്ധൻ ചോദിച്ചു, എന്താ കൃഷ്ണ, നിന്റെ വരവിന്റെ ഉദ്ദേശം എന്താണ്? കൃഷ്ണൻ പറഞ്ഞു, രക്ഷിക്കാൻ, ചക്രവർത്തി തിരുമനസ്സിനെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ. അപ്പൊ ജരാസന്ധൻ പറഞ്ഞു, കൊള്ളാം, ജരാസന്ധ ചക്രവർത്തിയെ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ നീയോ കൃഷ്ണ? ഒന്ന് ഞാൻ പറയാം, ജരാസന്ധ ചക്രവർത്തിക്ക് കൃഷ്ണ നിന്റെ സഹായം വേണ്ട. അതുകൊണ്ട് നീ സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് പോയിക്കൊള്ളൂ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ ആരുടെയും സമയം പാഴാക്കുന്നില്ല, പക്ഷേ ഞാൻ അങ്ങേക്കൊരു ഉപദേശം തരാൻ വന്നതാണ്. ജരാസന്ധന് പൊട്ടിത്തെറിച്ചു. ഉപദേശമോ? ജരാസന്ധ ചക്രവർത്തിക്ക് ഉപദേശം തരാൻ ഇന്ന് വരെ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. അപ്പൊ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, പക്ഷേ കൃഷ്ണൻ വന്നത് അതിനു വേണ്ടി തന്നെയാണ്, അങ്ങേക്ക് ഉപദേശം തരാൻ വേണ്ടി തന്നെയാണ്. എനിക്ക് ഉപദേശം തരാൻ നീ ആയിട്ടില്ല കൃഷ്ണ. ജരാസന്ധ ചക്രവർത്തി കൃഷ്ണൻ വന്നത് എന്തിനാണെന്ന് പറയും. പറഞ്ഞിട്ട് പറഞ്ഞതുപോലെ കൃഷ്ണൻ പോവുകയും ചെയ്യും. എന്തേ സംശയമുണ്ടോ? ഞാൻ ഇവിടെ വന്നതൊരു മുന്നറിയിപ്പും കൂടെ തരാനാണ്. ജരാസന്ധ ചക്രവർത്തി ദ്രൗപദിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമം ഉപേക്ഷിച്ചിരിക്കണം. അത് കേട്ട നിമിഷം ജരാസന്ധൻ ഞെട്ടി. ജരാസന്ധൻ പറഞ്ഞു, എന്ത് തട്ടിക്കൊണ്ടു പോകാനോ? ധിക്കാരി, ഞങ്ങൾ പിന്നെ ഇവിടെ സ്വയംവരത്തിനെത്തിയത് എന്തിനാണ്? സ്വയംവരത്തിലൂടെ ദ്രൗപദിയെ നേടാനാണ് ഞങ്ങൾ വന്നത്. പക്ഷേ മനസ്സിൽ പറഞ്ഞു ജരാസന്ധൻ, ഇവൻ എങ്ങനെ അറിഞ്ഞു ദ്രൗപദിയെ തട്ടിക്കൊണ്ടു പോകാനുള്ള നമ്മുടെ പദ്ധതിയെക്കുറിച്ച്? ഇവൻ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അത് ശരി, അപ്പൊ സ്വയംവരം നടത്തി ദ്രൗപദിയെ നേടാനാണ് വന്നിരിക്കുന്നത് അല്ലേ? എങ്കിൽ ജരാസന്ധ ചക്രവർത്തി ഈ കൃഷ്ണന് വാക്ക് തരൂ, മഗധ സൈന്യം ഒരു കാരണവശാലും ദ്രൗപദിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയില്ല എന്ന്. ജരാസന്ധൻ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. ജരാസന്ധൻ പറഞ്ഞു, നിനക്കെങ്ങനെ ധൈര്യം വന്നു ജരാസന്ധന്റെ അടുത്ത് വന്ന് വാക്ക് ചോദിക്കാൻ? ഇന്ന് വരെ ആര്യാവർത്തത്തിൽ ഒരാളും ഇതിന് ധൈര്യപ്പെട്ടിട്ടില്ല. അപ്പൊ കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ചക്രവർത്തി, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെ വധിക്കുന്നതിന് വേണ്ടി ഗോമന്തകത്ത് വന്നു. പക്ഷെ ആ ഗോമന്തകത്ത് വെച്ച് എൻ്റെ ജ്യേഷ്ഠൻ നിങ്ങളുടെ ശിരസ് തകർത്തേനെ. ഞാൻ ഒരാളാണ് നിങ്ങളെ രക്ഷിച്ചത്. ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലായിരുന്നു എങ്കിൽ ഈ ചക്രവർത്തി തിരുമനസ്, ഈ ജരാസന്ധ ചക്രവർത്തി കൃഷ്ണന്റെ മുന്നിൽ ഇന്ന് ഇങ്ങനെ ഇരിക്കാൻ ഉണ്ടാവുകയില്ലായിരുന്നു. ജരാസന്ധൻ കടുത്ത കോപം കൊണ്ട് ചുണ്ട് കടിച്ചു കുടിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ യാദവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു, മധുര ചുട്ടരിക്കാൻ വന്നു. എന്നിട്ട് എന്തായി? ഒന്നുമായില്ല. നോക്കൂ ചക്രവർത്തി, നിങ്ങൾ യാദവരെ നശിപ്പിക്കാൻ വന്നു, പക്ഷേ യാദവരാകട്ടെ സർവശക്തരായി മാറുകയാണ് ചെയ്തത്. നോക്കൂ, നിങ്ങളുടെ മൂക്കിന്റെ കീഴിൽ നിന്നാണ് പുഷ്പം പോലെ ഈ കൃഷ്ണൻ വിദർഭയിലെ രാജകുമാരി രുക്മിണിയെ തട്ടിക്കൊണ്ടുപോയത്. അപ്പൊ ജരാസന്ധൻ പറഞ്ഞു, കൃഷ്ണ, നീ ധർമ്മത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നു,
പക്ഷേ ദ്രൗപദിയെ ഞാൻ തട്ടിക്കൊണ്ട് പോകരുതെന്നും പറയുന്നു. പക്ഷേ നീ തന്നെ സമ്മതിക്കുന്നു നീ ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടു പോയതാണെന്ന്. നിനക്ക് പിന്നെ എന്ത് യോഗ്യതയാണ് ഈ ജരാസന്ധനോട് പറയാനുള്ളത്? ജരാസന്ധൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ജരാസന്ധ ചക്രവർത്തി, ഞാൻ സ്ത്രീയുടെ അനുവാദത്തോടെയാണ് തട്ടിക്കൊണ്ടുപോയത്. അനുവാദമില്ലാതെ ഒരു സ്ത്രീയുടെയും വിരൽ തുമ്പിലി കൃഷ്ണൻ തൊടാറില്ല. അങ്ങനത്തെ നീചനല്ല ഞാൻ മറ്റുള്ളവരെ പോലെ. നിങ്ങളൊക്കെ അതിനാണ് ശ്രമിക്കുന്നത് ചക്രവർത്തി. അതുകൊണ്ട് ഞാനിപ്പം വന്നത് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരാനാണ്. ആ മുന്നറിയിപ്പ് നിങ്ങളെ രക്ഷിക്കാനാണ്. അപ്പൊ ജരാസന്ധൻ പറഞ്ഞു, നീ മഹാഹങ്കാരിയാണ് കൃഷ്ണ. കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അതെ, ഞാൻ അഹങ്കാരിയാണ്. നിങ്ങൾ എൻ്റെ മിത്രമല്ല. നിങ്ങൾ എൻ്റെ മിത്രമല്ലാതിരുന്നിട്ടും, ഈ മിത്രമല്ലാതിരുന്നിട്ട് പോലും ഒടുവിൽ നിങ്ങളെ സഹായിക്കാൻ ഞാൻ വന്നു. അതാണ് കൃഷ്ണന്റെ ഒരു രീതി. കൃഷ്ണൻ മിത്രമല്ലെങ്കിലും സഹായിക്കാൻ വരും. പരമാവധി കൃഷ്ണൻ ഉപദേശിച്ചു നോക്കും. സാമം, ദാനം, ഭേദം, ദണ്ഡം. ഒടുവിൽ മാത്രമാണ് ദണ്ഡം. ഒടുവിൽ മാത്രമേ കൃഷ്ണൻ തൻ്റെ തനി സ്വരൂപം, വിശ്വരൂപം പുറത്തെടുക്കുകയുള്ളൂ. ചക്രവർത്തി തിരുമനസേ, എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കരുതേ. ജരാസന്ധന്റെ ഉള്ളിൽ ഒരു ഭയം വന്നു. കാരണം ഈ അർദ്ധരാത്രിക്ക് ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന തൻ്റെ സൈന്യത്തിൻ്റെ ഇടയിലൂടെ ഒറ്റയ്ക്ക് വന്ന് തൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാൻ ധൈര്യം കാണിക്കുന്ന ഇവൻ ആരാണ്? ഇവൻ സത്യത്തിൽ ആരാണ്? ഇവൻ എന്തൊരു ധൈര്യമാണുള്ളത്? പക്ഷെ ജരാസന്ധൻ അത് പുറത്ത് കാണിച്ചില്ല. ജരാസന്ധ ചക്രവർത്തി പറഞ്ഞു, കൃഷ്ണ, എനിക്ക് നിന്റെ സഹായം വേണ്ട. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, എനിക്കും നിങ്ങളുടെ സഹായം വേണ്ട. അപ്പൊ കംസൻ പറഞ്ഞു, ഒന്ന് നീ ആലോചിച്ചുള്ളൂ, എൻ്റെ മരുമകനെ, നിന്റെ അമ്മാവനെ, അതായത് കംസനെ കൊന്നവനാണ് കൃഷ്ണ നീ. കംസനെ കൊന്ന കൃഷ്ണനോട് ജരാസന്ധൻ ഒരിക്കലും ക്ഷമിക്കില്ല. കൃഷ്ണൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ വന്നത് നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറയാനല്ല ജരാസന്ധ ചക്രവർത്തി. കൃഷ്ണൻ വന്നത് ഒരവസരം കൂടി തരാനാണ്. ഒരേ ഒരവസരം കൂടി തരാൻ. കൃഷ്ണൻ ജരാസന്ധ ചക്രവർത്തിയുടെ നേർക്ക് വിരൽ ചൂണ്ടി. തൻ്റെ വിരലുകൾ ആട്ടിക്കൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, ജരാസന്ധ ചക്രവർത്തി, ഇത് കൃഷ്ണൻ തരുന്ന അവസാന അവസരം. ദ്രൗപദിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ചിന്ത ഇവിടെ വച്ച് ഉപേക്ഷിക്കുക. അപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, നിന്നോട് ആരാണ് പറഞ്ഞത് ഞാൻ തട്ടിക്കൊണ്ടുപോകുന്നുവെന്ന്? ഇല്ലെങ്കിൽ തന്നെ നീ ആരാണ് എൻ്റെ അടുത്ത് ഞാൻ അത് ചെയ്യരുത് ഇത് ചെയ്യണം എന്ന് പറയാൻ? പശുവിനെ മേയിച്ച് നടക്കുന്ന ഒരുത്തൻ, കാലികളെ മേയിച്ച് നടക്കുന്നവൻ ജരാസന്ധ ചക്രവർത്തിയെ ഭീഷണിപ്പെടുത്താൻ വരുന്നു. നോക്കൂ, ഇനി ഇങ്ങനെ പറഞ്ഞാൽ നിന്റെ തല ഞാൻ തകർക്കും. കൃഷ്ണൻ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, ജരാസന്ധ ചക്രവർത്തി, അയ്യയ്യയ്യേ, നാണക്കേടാണ്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ. ജരാസന്ധൻ ഒന്ന് അമ്പരന്ന് നോക്കി. അല്ല, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ പശുവിനെ മേയിച്ച് നടക്കുന്നവൻ ഉപദേശിക്കാൻ വരണ്ടാന്ന്. അല്ല, ഗോമന്തകത്ത് വെച്ച് എൻ്റെ ജ്യേഷ്ഠൻ നിങ്ങളുടെ ശിരസ്സടിച്ചു പൊളിക്കാൻ ഗദ ഉയർത്തിയപ്പോൾ ഞാൻ തടഞ്ഞപ്പോൾ എന്തേ ചക്രവർത്തി പറയാഞ്ഞത്? ഒരു പശുവിനെ മേയിച്ച് നടക്കുന്നവൻ എൻ്റെ ജീവൻ രക്ഷിക്കണ്ട എന്ന് എന്തേ പറയാഞ്ഞത്? അത് അത്ര ആക്ഷേപമാണെങ്കിൽ പശുവിനെ മേയിച്ച് നടക്കുന്നവൻ ദാനം തന്ന ഈ ശരീരവുമായിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത്? ഇനി നിങ്ങൾ എൻ്റെ തല പൊട്ടിക്കുമെന്ന് കൊള്ളാം. നിങ്ങൾ എൻ്റെ തല പൊട്ടിക്കാൻ ശ്രമിച്ചാൽ അത് കാമ്പില്യയിൽ ഒരു പറ്റം ആളുകൾ നിങ്ങളുടെ തലയെടുക്കാൻ വന്നിട്ടുണ്ട്. അവരോട് ചെയ്യുന്ന സഹായമായിരിക്കും എൻ്റെ തലയെടുക്കാനോ? അതേ ചക്രവർത്തി, നിങ്ങൾ അറിയുന്നില്ല,
ഇവിടെ വന്നിരിക്കുന്ന പലർക്കും നിങ്ങളുടെ തലയെടുക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്നെ വധിക്കുകയാണെങ്കിൽ, ഒരു സന്ദർശകൻ കൊല്ലപ്പെട്ടാൽ ആ കൊല്ലുന്നവനെ തിരിച്ചു കൊല്ലാം. അത് പാപമല്ല എന്നൊരു നിയമമുണ്ട്. അതാണ് ആര്യ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, എനിക്ക് ആര്യ നിയമത്തോട് താല്പര്യമില്ല, കടന്നു പോ, നീ കടന്നു പോ. അപ്പോ പറഞ്ഞു, അല്ല, ആര്യ നിയമത്തോട് താല്പര്യമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഈ ആര്യന്മാർ നടത്തുന്ന കല്യാണത്തിൽ പങ്കെടുക്കാൻ എന്തിനു വന്നു? ജരാസന്ധൻ കോപം കൊണ്ട് തിളച്ചു. കൃഷ്ണ, കൃഷ്ണ, എൻ്റെ ക്ഷമ നശിക്കുന്നു, എൻ്റെ കാര്യത്തിൽ നീ ഇടപെടരുത്, കടന്നു പോ കൃഷ്ണ നീ. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ചക്രവർത്തി, ഞാനിവിടെ സ്ഥിരം നിൽക്കാൻ വന്നതല്ല, കൃഷ്ണൻ പോവുകയാണ്. പക്ഷേ പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി കൃഷ്ണൻ മുന്നറിയിപ്പ് നൽകുന്നു. എന്നിട്ട് കൃഷ്ണൻ തന്റെ ചൂണ്ടുവിരൽ ജരാസന്ധന്റെ നേർക്ക് നീട്ടിയിട്ട് പറഞ്ഞു, ജരാസന്ധ ചക്രവർത്തി, ഇത് കൃഷ്ണൻ തരുന്ന മുന്നറിയിപ്പ്, കേട്ടുകൊള്ളൂ. നിങ്ങൾ ദ്രൗപദിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചാൽ, നിങ്ങൾ എവിടെയായിരുന്നാലും ജരാസന്ധന്റെ ശിരസ് നിലത്ത് വീണ് കിടന്നു ഉരുളും. ജരാസന്ധൻ പറഞ്ഞു, എന്ത്? ജരാസന്ധന്റെ മുന്നിൽ നിന്ന് ജരാസന്ധന്റെ ശിരസ്സുരുളുമെന്ന് പറയുന്നോ നീ? കൃഷ്ണൻ പറയുകയല്ല, പ്രവർത്തിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ ചക്രവർത്തിക്ക് ഒരു മുന്നറിയിപ്പ് തന്നതാണ്. അപ്പോൾ ജരാസന്ധൻ പറഞ്ഞു, കൃഷ്ണ, എനിക്കിപ്പം നിന്റെ ശിരസ് എടുക്കാൻ പറ്റും, ഈ നിമിഷം എടുക്കാൻ പറ്റും. കൃഷ്ണൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ എടുക്ക് ചക്രവർത്തി, എടുക്ക്, ധൈര്യമുണ്ടെങ്കിൽ എടുക്ക്. കൃഷ്ണന്റെ തലയെടുക്കാനുള്ള ധൈര്യം ജരാസന്ധ ചക്രവർത്തിക്കുണ്ടെങ്കിൽ ഇതാ നിരായുധനായി ഞാൻ നിൽക്കുകയാണ്, എന്നെ എടുക്ക്, ഈ കൃഷ്ണന്റെ വെല്ലുവിളി സ്വീകരിക്ക്. ജരാസന്ധൻ പറഞ്ഞു, അതേ കൃഷ്ണ, ഞാൻ വിചാരിച്ചാൽ ഈ നിമിഷം നിന്റെ തലയടിച്ച് തകർക്കും, നീ കടന്നു പോ, നീ എന്നെ വെല്ലുവിളിക്കാൻ വരരുത്. കൃഷ്ണൻ പറഞ്ഞു, ജരാസന്ധ, എന്റെ രോമത്തിൽ തൊട്ടാൽ നിന്നെ വധിക്കാൻ ഇവിടെ കുരുവംശരും ദ്രുപദർ പാഞ്ചാലരും വിരാടരും ഒത്തുചേരും. പക്ഷേ ജരാസന്ധ, നീ എന്നെ വധിക്കണം എന്ന ചിന്ത നിന്റെ മനസ്സിന്റെ കോണിൽ ഉണ്ടാകുന്ന നിമിഷം, ജരാസന്ധൻ വീർപ്പടക്കി പിടിച്ചു നിൽക്കുകയാണ്. കൃഷ്ണൻ പറഞ്ഞു, ജരാസന്ധ, നിനക്ക് എന്നെ വധിക്കണമെന്ന ചിന്ത നിന്റെ മനസ്സിന്റെ കോണിൽ ഉദിക്കുന്ന നിമിഷം നിന്നെ വധിച്ചിരിക്കും. ഞാനല്ല, ഒരു സ്ത്രീ നിന്നെ വധിച്ചിരിക്കും. അവൾ ചക്രായുധവുമായി ജാഗരൂകമായിരിക്കുകയാണ്. നിന്റെ മനസ്സിൽ ചിന്ത പൊന്തുന്ന നിമിഷം അവളുടെ കയ്യിൽ നിന്ന് ചക്രായുധം വരും. ഒരു സ്ത്രീ നിന്നെ വധിക്കും. ജരാസന്ധൻ പറഞ്ഞു, സ്ത്രീയോ? അതേ ചക്രവർത്തി തിരുമനസേ, സംശയമുണ്ടെങ്കിൽ ഈ കൃഷ്ണനെ വധിക്കണമെന്ന് നിങ്ങൾ ഇപ്പൊ ചിന്തിച്ചു നോക്കൂ. അവരുടെ വിരൽത്തുമ്പിൽ നിന്ന് പാഞ്ഞു വരും സുദർശനം, പാഞ്ഞു വരും. ഏത് സ്ത്രീയാണത്? അപ്പോ കൃഷ്ണൻ പറഞ്ഞു, രാധ, രാധേ രാധേ, ശ്രീ രാധേ രാധേ, രാധേ രാധേ, ശ്രീ രാധേ രാധേ, രാധേ രാധേ, ശ്രീ രാധേ രാധേ. ജരാസന്ധൻ അമ്പരന്നിരിക്കുകയാണ്. ചക്രവർത്തി, നിങ്ങൾക്കറിയില്ല, കൃഷ്ണന്റെ സുദർശനം രാധയാണ്. ചക്രവർത്തി, അത് നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഈ നിമിഷം രാധയുടെ വിരൽത്തുമ്പിൽ സുദർശന ചക്രം കറങ്ങുകയാണ്. കൃഷ്ണൻ വെല്ലുവിളിക്കുന്നു. ജരാസന്ധ ചക്രവർത്തി, കൃഷ്ണൻ വെല്ലുവിളിക്കുന്നു. നീ മനസ്സിലൊന്ന് ചിന്തിക്ക്, കൃഷ്ണനെ വധിക്കണമെന്ന്.
ചിന്തിക്ക്. അതേ, സ്ത്രീ നിന്നെ വധിച്ചിരിക്കും. നിനക്കൊരു സ്ത്രീയുടെ കയ്യാൽ വധിക്കപ്പെടണോ ജരാസന്ധ? കൃഷ്ണൻ ജരാസന്ധന്റെ കണ്ണുകളിലേക്ക് നോക്കി. അതേ, ഒരു നിമിഷം ജരാസന്ധൻ പകച്ചുപോയി. ജരാസന്ധ, ഒന്നുകൂടി നീ കേട്ടുകൊള്ളൂ. വൃന്ദാവനം ഒരു കൊച്ചു പ്രദേശമാണ്. അവിടെ കരുത്തനായ രാജാവില്ല, അവിടെ കരുത്തരായ സൈന്യമില്ല. അവിടെ ഉള്ളതൊരു രാജ്ഞി മാത്രം, രാധ. അവിടുത്തെ രാജാവും രാജ്ഞിയും രാധയാണ്. കൃഷ്ണൻ ഒന്ന് നിർത്തി, 2 ചുവട് ജരാസന്ധന്റെ മുന്നിലേക്ക് വെച്ചു. ജരാസന്ധൻ അമ്പരന്ന് നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ജരാസന്ധ, പറ്റുമോ? പറ്റുമോ നിനക്ക്? ബർസാനെ ആക്രമിക്കാൻ നിനക്ക് പറ്റുമോ? അവിടെ വലിയ സൈന്യങ്ങളൊന്നുമില്ല. പറ്റുമോ നിനക്ക്? ഈ കൃഷ്ണൻ ഇടപെടില്ല, മാറി നിൽക്കാം. നിനക്ക് പറ്റുമോ? ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ഒരു സ്ത്രീയാൽ വധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിനക്ക് മുന്നോട്ട് പോകാം. ഒരു നിമിഷം നിന്നിട്ട് കൃഷ്ണൻ പറഞ്ഞു, കഴിയില്ല ജരാസന്ധ, നിനക്ക് കഴിയില്ല. കാരണം നീ ദുർബലനായി വരികയാണ് ജരാസന്ധ. നിനക്ക് ഇന്ന് രാത്രി കൃഷ്ണനെ കൊല്ലാൻ കഴിയില്ല. നാളെ ദ്രൗപദിയുടെ വിവാഹം മുടക്കാനും നിനക്ക് കഴിയില്ല. ഒന്നോർത്തോ, ദ്രൗപദി യജ്ഞശാലയിൽ നിന്ന് മണ്ഡപത്തിലേക്ക് പോകുന്ന വഴിക്കും മാത്രമേ നിനക്ക് തട്ടിക്കൊണ്ടു പോകാൻ പറ്റൂ. ജരാസന്ധ, ഞാൻ വസുദേവ കൃഷ്ണൻ മണ്ഡപത്തിലേക്ക് തിരിയുന്നതിന് മുമ്പുള്ള പ്രധാന പാതയിൽ ഞാൻ ഉണ്ടായിരിക്കും. ജരാസന്ധ, നീ പ്രധാന പാതയിലൂടെ മാത്രമേ നാളെ വരൂ. നീ അതുവഴി തന്നെ വന്നിരിക്കണം. വരും, വന്നേ പറ്റൂ. നിന്നെ ഞാൻ വരുത്തും. മറിച്ച് പ്രധാന പാതയിൽ നിന്ന് മണ്ഡപത്തിന്റെ അടുത്തേക്ക് രഥം തിരിഞ്ഞാൽ ജരാസന്ധ, എന്റെ സുദർശനം നിന്റെ ശിരസിനെ അറുത്ത് തിരിച്ചെന്റെ കൈകളിൽ വന്നിരിക്കും. അതുകൊണ്ട് ജരാസന്ധ, അപ്പോൾ നീ നാളെ പ്രധാന പാതയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ. പറയുന്നത് വസുദേവ കൃഷ്ണൻ. പിന്നെ നിനക്ക് ദ്രൗപദിയെ തട്ടിക്കൊണ്ടുപോകാൻ അവസരം കിട്ടുന്നത് ഏതെങ്കിലും ഒരുവൻ പരീക്ഷണത്തിൽ വിജയിച്ചാൽ ആ ബഹളത്തിൻ്റെ ഇടയിൽ തട്ടിക്കൊണ്ടുപോകാം. അല്ലെങ്കിൽ ആരും വിജയിക്കാതിരുന്നാലും ഒരു ബഹളമുണ്ടാകും, അവിടെ തട്ടിക്കൊണ്ടുപോകാം. പക്ഷേ നീ നോക്കിക്കൊള്ളൂ, ഒരു കാര്യം ഓർമ്മ വെച്ചോളൂ, ആ സദസ്സിൽ നിന്നെ തന്നെ നോക്കി, നിന്റെ സൈന്യത്തെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് ഞാനുണ്ടാകും. വസുദേവ കൃഷ്ണനുണ്ടാകും. ഓർമ്മ വെച്ചോ, ആര്യധർമ്മം മറക്കരുത്. സ്ത്രീയെ തട്ടിക്കൊണ്ടു പോകുന്നതിന് വധശിക്ഷയാണ്. അപ്പോൾ ഞാൻ വീണ്ടും മുന്നറിയിപ്പ് നൽകുന്നു. ബൃഹദ്രഥന്റെ ശക്തനായ പുത്രൻ ജരാസന്ധ, ദ്രൗപദി നാളെ മണ്ഡപത്തിൽ നിന്ന് സുരക്ഷിതയായി അവിടെ എത്തിയിരിക്കും സ്വയംവര പന്തലിൽ. നീ നാളെ ദ്രൗപദിയെ തട്ടിക്കൊണ്ടുപോകില്ല. അങ്ങനെ ഒരാശയം നിന്റെ മനസ്സിൽ ഉദിച്ചാൽ കൃഷ്ണനാണ് പറയുന്നത്, നിന്റെ ശിരസ് ഉറപ്പായിട്ടും ഞാൻ അറുത്തിരിക്കും. ജരാസന്ധൻ പറഞ്ഞു, എന്റെ മുറിയിൽ അർദ്ധരാത്രി വന്ന് നീ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഇത് ഭീഷണിയല്ല, നാളെ നടക്കാൻ പോകുന്നതാണ് ഞാൻ പറഞ്ഞത്. നീ നാളെ പ്രധാന പാതയിൽ നിന്ന് വഴി തെറ്റി നോക്ക്, അപ്പോൾ അറിയാം കൃഷ്ണന്റെ വാക്കെന്താണെന്ന്. അപ്പോൾ ജരാസന്ധ, നീ നാളെ പ്രധാന വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ, അത് വിട്ട് നീ പോകില്ല. ഇനി നിനക്കൊരു ഉപദേശം കൂടി ഞാൻ തരാം. ആചാര്യ സന്ദീപനിയാണ് വില്ലാളി വീരനെ നിശ്ചയിക്കാനുള്ള പരീക്ഷണം എന്തെന്ന് നിശ്ചയിക്കുന്നത്.
അത് ഒരുമാതിരി സാധാരണ ആർക്കും ആചാര്യ സന്ദീപനിയുടെ പരീക്ഷണത്തെ ജയിക്കാൻ കഴിയില്ല. ജരാസന്ധ, നിന്റെ പുത്രന്മാർക്കാർക്കും നാളെ വിജയിക്കാൻ കഴിയില്ല. ശ്രമിച്ചാൽ നിനക്കും കഴിയില്ല. നോക്കൂ, നിന്നെ സംബന്ധിച്ചിടത്തോളം നീ നാളെ അതിൽ പങ്കെടുത്ത് വിജയിച്ചു എന്നിരിക്കട്ടെ, അപ്പോഴും നീ പരിഹാസപാത്രമാകും. കാരണം മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളുമുള്ള ഒരു കിളവൻ സ്വയംവരത്തിൽ വീണ്ടും പങ്കെടുക്കുന്നു. നീ എല്ലാവരുടെയും മുമ്പിൽ പരിഹാസപാത്രമാകും. അതല്ല, സ്വയംവരത്തിൽ പങ്കെടുത്ത് നീ പരാജയപ്പെട്ടു പോയാൽ അപ്പോഴും നീ പരിഹാസപാത്രമാകും. നിന്നെ പിന്നെ ചക്രവർത്തിയായി ആരും അംഗീകരിക്കില്ല. നിന്റെ മുന്നിൽ നാളെ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. അതും കൂടെ ഉപദേശിക്കാനാണ് ഞാൻ വന്നത്. നീ ചെല്ലുക, വധുവിനെ അനുഗ്രഹിക്കുക, നിനക്ക് നല്ലത് വരട്ടെ എന്ന് പറയുക. ഇതാണ് ചെയ്യേണ്ടത്. മറിച്ചാണ് ശ്രമിക്കുന്നത്. പന്തയത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിശ്ചയം നീ അപഹാസ്യനാകും. ഒടുവിൽ പറയരുത് കൃഷ്ണൻ നിനക്ക് മുന്നറിയിപ്പ് തന്നില്ല എന്ന്. ജരാസന്ധ, എന്റെ ദൗത്യം പൂർത്തിയായി. ഇനി ഒന്നുകൂടി പറയാം, ഞാൻ എന്തിനാണ് ഈ രാത്രി വന്ന് ഈ ദൗത്യം ഞാൻ നിന്നെ അറിയിച്ചതെന്ന് കേട്ടുള്ളൂ. ഈ സ്വയംവരം യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ അലങ്കോലങ്ങളില്ലാതെ ഭംഗിയായി നടത്തിത്തരാമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം വസുദേവ കൃഷ്ണനാണ്. വസുദേവ കൃഷ്ണൻ ഒന്ന് ഏറ്റെടുത്താൽ അത് നടത്തിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ആര്യാവർത്തമാണ്. നിനക്ക് ആര്യാവർത്തത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ജരാസന്ധന്റെ കാതുകളിൽ ശിവഭഗവാന്റെ വാക്കുകൾ, മുമ്പ് പറഞ്ഞ വാക്കുകൾ മുഴങ്ങി. ജരാസന്ധ, 100 രാജാക്കന്മാരുടെ ശിരസ് ഹോമിക്കുന്നത് വരെ നിനക്ക് ആര്യാവർത്തം അപ്രാപ്യമാണ്. കൃഷ്ണൻ ചിന്തയിൽ മുഴുകിയിരുന്ന ജരാസന്ധന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ജരാസന്ധ, ഞാൻ പോകുന്നു. അപ്പോൾ നീ ദ്രൗപദിയെ തട്ടിക്കൊണ്ടു പോകില്ല അല്ലേ? മറിച്ചായാൽ മഹാസുദർശനം അതിൻ്റെ ജോലി നിർവഹിച്ചിരിക്കും. ഇത് പറഞ്ഞിട്ട് പോകുന്നത് ആരാണെന്ന് മറക്കണ്ട. കൃഷ്ണൻ, വസുദേവ കൃഷ്ണൻ, ദേവകി നന്ദനൻ, യശോദാ നന്ദനൻ, നന്ദനന്ദനൻ, ഗോവിന്ദൻ, വൃജവാസികളുടെ ഗോവിന്ദൻ എന്ന് പറഞ്ഞ് കൃഷ്ണൻ തിരിഞ്ഞു നടന്നു. പെട്ടെന്ന് കൃഷ്ണൻ 2 ചുവട് മുന്നോട്ടേക്ക് വീണ്ടും വന്നു. കൃഷ്ണൻ ജരാസന്ധനോട് ശബ്ദം താഴ്ത്തി പറഞ്ഞു, ഗോവിന്ദൻ മാത്രമല്ല ഞാൻ, എനിക്ക് മറ്റൊരു പേര് കൂടിയുണ്ട് ജരാസന്ധ. അത് വിളിക്കാൻ അധികാരം ഈ ഭൂമിയിൽ ഒരാൾക്ക് മാത്രമേ ഉള്ളൂ. ആ പേര് നിനക്കറിയണ്ടേ? കണ്ണനുണ്ണി. അതിനുള്ള അധികാരം രാധയ്ക്ക് മാത്രമാണ്. ഈ കൃഷ്ണൻ ആരുടെയെങ്കിലും മുമ്പിൽ തോറ്റുകൊടുക്കുമെങ്കിൽ, ഈ കൃഷ്ണൻ ആരുടെ അടുത്തെങ്കിലും തലകുനിച്ചു നിൽക്കുമെങ്കിൽ അത് രാധയുടെ അടുക്കൽ മാത്രമാണ്. ജരാസന്ധ, ഇന്ന് നിന്റെ അടുക്കൽ വന്നിത് അറിയിക്കാൻ എന്നോട് പറഞ്ഞതും രാധയാണെന്ന സത്യം നീ അറിയുക. നിനക്കറിയില്ല രാധയെ. അവക്ക് മാത്രം അവകാശപ്പെട്ട കണ്ണനുണ്ണി നിന്നോട് പറയുകയാണ്, നിന്റെ ജീവൻ രക്ഷിക്കാൻ നാളെ നീ ഒന്നിലും പങ്കെടുക്കാതെ വധുവിനെ അനുഗ്രഹിച്ച് മഗധയിലേക്ക് മടങ്ങുക. അത്രയും പറഞ്ഞിട്ട് കൃഷ്ണൻ തിരിഞ്ഞു നടന്നു. ജരാസന്ധൻ നോക്കി നിൽക്കുകയാണ്. കൃഷ്ണൻ ഉദ്ധവന്റെ കൈ പിടിച്ചു. ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന 100 കണക്കിന് മഗധ സൈന്യങ്ങളുടെ നടുവിലൂടെ കൃഷ്ണൻ നടക്കുകയാണ്.
അത്ഭുതകരമായ കാഴ്ച. ഇരുവശത്തുമായി 100 കണക്കിന് മഗധ സൈന്യം ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നു. അവരുടെ നടുവിലൂടെ കൃഷ്ണൻ ഉദ്ധവന്റെ കയ്യും പിടിച്ചു പോവുകയാണ്. അങ്ങനെ പോയ കൃഷ്ണൻ ഒന്നുകൂടി തിരിഞ്ഞു ജരാസന്ധനെ നോക്കി. ജരാസന്ധനെ നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു, അതെ അതെ, എന്നിട്ട് വീണ്ടും തിരിഞ്ഞു നടന്നു. അപ്പോഴാണ് ജരാസന്ധൻ കാണുന്നത്, ഇവൻ കള്ളം പറയുകയായിരുന്നു. 2 അല്ല 3 പേരുണ്ട്. 3 പേരുണ്ട്. മൂന്നാമതൊരാള്. ആ സമയത്ത് ആ മൂന്നാമൻ ഒന്ന് തിരിഞ്ഞു. കൃഷ്ണനും ഉദ്ധവനും നേരെ നടക്കുന്നു. ആ മൂന്നാമൻ ഒന്ന് തിരിഞ്ഞു. ജരാസന്ധനെ ഒന്ന് നോക്കി, ഒന്ന് പുഞ്ചിരിച്ചു. ജരാസന്ധന് തന്റെ തല ചുറ്റുന്നത് പോലെ തോന്നി. അതേ, മൂന്നാമനൊരാളുണ്ടായിരുന്നു. ഇവൻ പറ്റിക്കുകയായിരുന്നു. ആരാണ് ആ മൂന്നാമത്താള്? ആരാണ് ആ മൂന്നാമത്താള്? ആരാണ് ആ മൂന്നാമത്താള്? രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ഹ്രീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.